ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളിന്ന് പുതിയൊരു ഐറ്റം ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. ഇതെന്താണെന്നറിയോ? ഇത് പപ്പായ ഇവിടെ കിട്ടുന്ന പപ്പായ, നമ്മുടെ റെഡ് ലേഡി ഇല്ലേ, അതാണ് കേട്ടോ. നല്ല നല്ല ഓറഞ്ച് കളറുള്ള നല്ല പപ്പായ, കാണാനൊക്കെ നല്ല ഭംഗിയാണ്, പക്ഷേ തീരെ മധുരമില്ല. അപ്പോൾ നമുക്ക് ഇത് വെച്ച് ഒരു മധുരമുള്ളൊരു ഐറ്റം ഉണ്ടാക്കി എടുക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും റെഡിയല്ലേ? എന്നാൽ വേഗം ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഗ്യാസ് കത്തിക്കണം കേട്ടോ. ഗ്യാസ് കത്തിക്കാൻ മറക്കല്ലേ. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ശർക്കര ഇടുക അതിലേക്ക്. എൻ്റെ കയ്യിലിവിടെ ശർക്കര പൊടിയാണ് ഉള്ളത്, ശർക്കര പൊടിച്ചത്. നിങ്ങളുടെ കയ്യിൽ ശർക്കര ബെല്ലമാണെങ്കിൽ ശർക്കര ബെല്ലം ഉരുക്കി അത് വെള്ളം ചേർത്ത് ഉരുക്കിയിട്ട് അതിലേക്ക് അത് ഒഴിച്ചാൽ മതി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, 1 ടീസ്പൂൺ ഇട്ടു. ഞാൻ ഇതിലൊരു 3 ടീസ്പൂൺ മധുരത്തിനായിട്ടുള്ള ശർക്കര ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി, അതിന് ശേഷം നമുക്ക് നമ്മുടെ പപ്പായക്കൂട്ടൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല ചുവന്ന് തുടുത്ത പപ്പായക്കൂട്ടൻ അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ആ ശർക്കരപ്പാനിയിൽ കിടന്ന് അത് നന്നായി മധുരമൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് കയറിക്കോളും. ഞാൻ ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ എങ്ങനെയാണെന്നറിയോ, ഇവിടെ നമുക്ക് ഞങ്ങളുടെ താഴെ ആരും മലയാളീസ് ഇല്ല, ഒക്കെ ഹിന്ദിക്കാർ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇവരുണ്ടാക്കുന്ന സ്പെഷ്യൽ ഫുഡൊക്കെ നമുക്ക് കൊണ്ടുതരും. അപ്പോൾ അവർ കൊണ്ടുതരുന്ന അവരെ പാത്രത്തിലല്ലേ, ആ പാത്രം തിരിച്ചു കൊടുക്കുമ്പോൾ അത് കാലിയായിട്ട് കൊടുക്കാൻ പാടില്ല. അതാണ് ഇവിടുത്തെ അവരൊരു ആചാരം പോലെയാണത്. ഒന്നുമില്ലെങ്കിൽ കുറച്ച് പഞ്ചസാരയോ അങ്ങനെ എന്തെങ്കിലും പഞ്ചസാര ഇട്ട് കൊടുക്കണം. ഞാനൊരു വട്ടം ലക്നൗവിലായിരിക്കുന്ന സമയത്ത് ഇതുപോലെ എനിക്കറിയില്ല പാത്രം അങ്ങനെ കൊടുത്താൽ മതിയോ അതിലെന്ത് ഇട്ട് കൊടുക്കണം എന്നൊന്നും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ആ പാത്രം തന്നെ കൊടുത്തു. അപ്പോൾ അവിടെ ഒരു അമ്മൂമ്മ ഉണ്ടായിരുന്നു. ആ അമ്മൂമ്മ പറഞ്ഞു, മോളെ കുറച്ച് ചീനിയെങ്കിലും ഇട്ടതാ അതിലെന്ന് പറഞ്ഞു, പാത്രം കാലിയാക്കി കൊടുക്കാൻ പാടില്ല എന്ന്. അങ്ങനെയാണ് എനിക്ക് മനസ്സിലായി തുടങ്ങിയത്, ഇവർക്ക് പാത്രം കാലിയാക്കി കൊടുക്കാൻ പാടില്ല, അതിലെന്തെങ്കിലും ഇട്ട് കൊടുക്കണമെന്ന്. അപ്പോൾ നമ്മളെന്ത് ചെയ്യും, നമ്മളെന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം. ഒന്ന് കുറുകി വന്നതിന് ശേഷം ഞാൻ ഇതിലേക്കുണ്ടല്ലോ കുറച്ച് റവ ആഡ് ചെയ്തു കേട്ടോ. അതെ, ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ വറുത്ത റവ ആയാലും വറുക്കാത്ത റവ ആയാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ റവ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. അതിന് ശേഷം ഞാൻ കുറച്ച് പശുവും പാൽ ഒഴിച്ചു, ആ റവ ഒന്ന് വെന്ത് വരാൻ ആവശ്യമായിട്ടുള്ള പശുവും പാൽ. അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ നമ്മുടെ കയ്യിൽ നെയ്യ് ഉണ്ടെങ്കിൽ കുറച്ച് ഒഴിച്ച് കൊടുക്കുക. നെയ്യ് കൂടുതൽ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ച് കൂടുതൽ ഒഴിച്ച് കൊടുക്കുക. നല്ല സ്മെല്ലുമാണ്, നല്ല ടേസ്റ്റുമാണ്. ആ നെയ്യ് ഒഴിച്ച് മിക്സ് ചെയ്യുമ്പോൾ മക്കളെ നല്ലൊരു അടിപൊളി സ്മെല്ല് വരും. ഒന്ന് കഴിച്ച് നോക്കണം. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയല്ല കേട്ടോ, കഴിച്ച് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും. അപ്പോൾ ബൈ ബൈ.